ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയ്ക്ക് വേണ്ടിയിട്ട് പാലിൽ മരുന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ അനാമിക. അതെടുത്ത് നമ്മുടെ ദേവയാനി കുടിക്കുകയാണ്. അങ്ങനെ ദേവയാനി കിടപ്പിലാകുക. അപ്പോൾ ദേവയാനി കിടപ്പിലായി കഴിയുമ്പോഴാണ് ദേവയാനി എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക മരുന്ന് കലക്കിയ പാല് അവിടെ വച്ചിട്ട് പോവാണ് കേട്ടോ. ഈ സമയത്താണ് ആകപ്പാടെ ക്ഷീണമൊക്കെ തോന്നിയിട്ട് ദേവയാനി വരുന്നത്. ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, തനിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ, ഭക്ഷണമൊന്നും കഴിച്ചുമില്ല, അതുകൊണ്ട് താൻ പോയൊരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കേ എന്ന് പറയണം. അപ്പോഴാണ് ദേവയാനി വരുമ്പം പാല് ടേബിളിൽ ഇരിക്കുന്ന കാണുന്നത്. അപ്പോൾ ദേവയാനി ഓർക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ, കുറച്ച് പാല് കുടിക്കാം എന്ന് വിചാരിച്ച് ആ പാലെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ഇറക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് ഓക്കാനവും മനമറിച്ചിലും ഛർദിയും ഒക്കെ വരികയാണ്. ആകെപ്പാടെ തളർന്ന് വീഴുകയാണ് ദേവയാനി. അപ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ്. അപ്പോൾ നയനെ ഓടി വരുന്നുണ്ട്. നയനെ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്ത് പറ്റി, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഈ പാല് കുടിച്ചതാ, എന്താണെന്ന് അറിയില്ല എന്ന് പറയാം. പാല് കുടിച്ചു, എന്ത് പറ്റി എന്ന് പറയാം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നയനെ കൊണ്ടുപോവുകയാണ് കേട്ടോ ദേവയാനിയെ. അപ്പോൾ കാറിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ദേവയാനി. ആ സമയത്ത് അഡ്മിറ്റ് ആകുമ്പോൾ ICUവിലൊക്കെ ആവുകയാണ് ദേവയാനി. തീരെ വയ്യാതാവുന്ന അവസ്ഥയാണ്. അപ്പോൾ നയനെ ഇങ്ങനെ വിഷമിച്ച് പുറത്ത് നിൽക്കുക. ആദർശം ആ സമയത്ത് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല, ആ പാല് കുടിച്ചപ്പോഴാണെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് 2 ദിവസമായിട്ട് തീരെ ഒരു വയ്യായികയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മയ്ക്കത് ക്ഷീണമായിരുന്നു, ഞാൻ മാലയിട്ടപ്പോൾ തന്നെ അമ്മ തലകറങ്ങി വീണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും നയനയും പറയാണ്, ശരിയാണ്, അതിൻ്റെ കൂടെ ഇപ്പം എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ആ പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടാണ്, അത് ഞാൻ നവ്യച്ചയ്ക്ക് എടുത്ത് വെച്ച പാലാണ്, പക്ഷേ അത് കുടിച്ചപ്പോൾ അങ്ങനെ വരാനായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയണം. അപ്പം അതിനു മുമ്പ് തന്നെ എല്ലാവരും നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം നയന പറയാണ്, എല്ലാവരും എന്നെയാണ് ആദർശേട്ടാ കുറ്റപ്പെടുത്തുന്നത്, എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് എന്നെ, ഞാൻ കാരണമാണ്, ഞാൻ പാലിൽ എന്തോ ചേർത്തിട്ടാണെന്ന്, ഞാൻ അങ്ങനെ ചെയ്യുമോ, നവ്യച്ചയ്ക്ക് വേണ്ടി എടുത്തു വെച്ച പാലാ, അതിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുക കരഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, താൻ കരയാതെ, താൻ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുപോലെ ആരും വിശ്വസിക്കുന്നില്ല, പിന്നെ താനെന്തിനാ അങ്ങനെ, പറയുന്നവർ പറയട്ടെ എന്ന് പറയാണ്. അതിനൊക്കെ ശേഷം ദേവയാനി ICU എന്നൊക്കെ ഇറങ്ങുകയാണ്. അപ്പം എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയാണ്, പാലിൽ തന്നെയാണ് വിഷം, അതൊരു പ്രത്യേകതരം മരുന്നാണ്, അബോർഷനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ്, അതാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്, നല്ല ഡോസിൽ ചെന്നിരിക്കുന്നത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ, എന്തായാലും കുറച്ച് നാൾ 1 മാസത്തോളം തളർന്ന് കിടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അവിടെ നിൽക്കുന്ന ജലജ പറയാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജലജ വിഷയം എടുത്തിടുവാണ്, അബോർഷനുള്ള മരുന്നോ, അപ്പം നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇവള് ചെയ്തതായിരിക്കും അത്, നവ്യയുടെ എൻ്റെ അബിയുടെയും കുഞ്ഞാ അത്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഉരുമ്പട്ടോള് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് രേവതി ഏറ്റുപിടിക്കുകയാണ്, ഇപ്പം കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വന്നല്ലോ, നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന മരുന്നാണല്ലേ അത്, നവ്യയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പാലിൽ അത് ഒഴിച്ച്, അത് പാവം ദേവയാനി എടുത്ത് കുടിക്കുകയും ചെയ്തു, ചക്കിന് വെച്ചത് കൊക്കിന് വന്ന പോലെ ആയിപ്പോയി ഇത് എന്നൊക്കെ അവരവിടെ നിന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമാവാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പച്ചി, നവ്യേച്ചിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമോ, നീ ചെയ്യില്ല, പിന്നെ എന്താടി ഇത്, പിന്നെ ആര് ചെയ്തെന്നാണ് പറയുന്നത്, ഞാനും അബിയും ചെയ്തെന്നായിരിക്കും നീ പറയുന്നത്, അബി ഇത് വല്ലതും അറിയണം, നവ്യയോടിപ്പം ഭയങ്കര സ്നേഹമായിരുന്നു അവന് ആ കുഞ്ഞ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഒരാരോഗ്യമുള്ള കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവൻ മാലയിട്ട് വ്രതം നോക്കുന്നതൊക്കെ, അപ്പോൾ നീ ഇങ്ങനെയും കൂടെ ചെയ്തെന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാം. അപ്പോഴേക്കും അനാമിക പറയും, ഇവക്ക് ഭയങ്കര കുശുമ്പാണ്, ഇവളാണ് അത് ചെയ്തത്, കാരണം ഇവള് മച്ചിയല്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇവക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, അതിൻ്റെ കുശുമ്പ് അവളുടെ ചേച്ചിയോട് അവൾ കാണിച്ചതാണ്, ഒരു കുഞ്ഞും കൂടെ ഉണ്ടായാലല്ലേ ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, എല്ലാം ആദർശിൻ്റെ കുഞ്ഞിനാണെന്നല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത്. അപ്പോഴേക്കും നയന പറയാം, അനാമികെ, ഇത്രയും നേരം ഞാൻ കേട്ട് ക്ഷമിച്ചു നിന്നു, ഇനി ഇത് ഞാൻ ക്ഷമിക്കില്ല, എൻ്റെ ചേച്ചിയോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും, നീ അങ്ങോട്ട് ചെന്ന് കണ്ടെത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക.
അങ്ങനെ ദേവയാനിയുടെ അസുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വീട്ടിൽ ചെന്ന് നന്നായിട്ട് നോക്കിയാൽ മതി. അനന്തപുരിക്കാർക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഒരു ഹോം നേഴ്സിനെയോ എന്തെങ്കിലുമൊക്കെ വച്ച് ഒന്ന് നോക്കിയാൽ മതി. ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും മരുന്നും ആഹാരവും ഒക്കെ നന്നായിട്ട് കൊടുത്താൽ മാത്രം മതി എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, ശരി അങ്ങനെ മതി, ഹോം നേഴ്സിനെയോ ആരെ വേണമെങ്കിലും നിർത്താം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് മതി, അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും, പതുക്കെ പതുക്കെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഹോം നേഴ്സിനെ ഒന്നും വയ്ക്കേണ്ട, അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, അത് തനിക്കൊരു ബുദ്ധിമുട്ടാകും, എല്ലാ കാര്യങ്ങളും കൂടി. നയന പറയേ, എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ആദർശേട്ടാ, ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. അമ്മ ഇങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചാൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഒരു കുറവില്ലാതെ ഒരു ഹോം നേഴ്സിനേക്കാളും നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ ദേവയാനിയെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പം ദേവയാനിയെ റൂമിൽ കൊണ്ട് കിടത്തുകയാണ്. അപ്പോൾ ദേവയാനിയുടെ കൂടെ തന്നെയാണ് നയന കിടക്കുന്നതും ഒക്കെ. സമയത്ത് ഭക്ഷണം കൊടുക്കുകയും ദേവയാനിയെ കുളിപ്പിക്കുകയും വെള്ളം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നയനയാണ് കേട്ടോ. ദേവയാനി അങ്ങനെ സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ആകെപ്പാടെ ഒരു തളർച്ചയാണ് ദേവയാനിക്ക്. ഈ സമയത്താണ് ജലജയും ഒക്കെ വന്ന് കണ്ട് എല്ലാവരും വലിയ പുച്ഛഭാവത്തിന് പോകുന്നതല്ലാതെ ആരും ഒരു സഹായവും ദേവയാനിക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെ ദേവയാനി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മുടെ അനാമികയും അമ്മയും കൂടി അവിടെ വന്നിട്ട് ദേവയാനിയെ കാണാൻ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ വല്യമ്മയുടെ കിടപ്പ് കണ്ടോ എന്ന് പറയാണ് അനാമിക. അപ്പോൾ രേവതി പറയണേ, കുഴപ്പമില്ല, കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം കിടക്കട്ടേന്നേ. അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ്, എന്തായാലും ആ മരുന്ന് നമ്മൾ അന്ന് ചെയ്തിട്ട് ആ മരുന്നിന് ഇത്രയും ഫലം ഉണ്ടായല്ലോ. അന്ന് ആ നവ്യ അത് കുടിച്ചിരുന്നെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാമായിരുന്നു. അത് ഈ തള്ള എടുത്ത് കുടിച്ചു, അത് കാരണം ഇപ്പം ഇവർ കിടപ്പിലായി. അപ്പം രേവതി പറയാം, അവരെങ്കിൽ ആരെങ്കിലും കിടന്നാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മോളെ. അപ്പോൾ അനാമിക പറയും, എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല, എനിക്ക് ഇവരോട് ആരോടും ഒരു സ്നേഹവും ഇല്ല, എനിക്ക് ആകപ്പാടെ ഇവിടുത്തെ പണത്തിനോടും സ്വത്തിനോടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരാര് വീണാലും എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ആ നവ്യ അവൾ വീഴേണ്ടതായിരുന്നു, അവളുടെ കുഞ്ഞു പോകേണ്ടതായിരുന്നു. ആ പണി അങ്ങ് പാളിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, പതുക്കെ പറ, ഇവരിങ്ങനെ കിടക്കുന്നെങ്കിലും ഇവർക്ക് ബോധം ഉണ്ടാവും ഉള്ളിൽ. കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അകത്താകില്ലേ മോളെ. ഏയ് അതൊന്നുമില്ലെന്നേ, അവർക്ക് ബോധമൊന്നും ഉണ്ടാവില്ല, കുറേ നാളിങ്ങനെ കിടക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. കിടക്കട്ടെ, ആ നയനെ നോക്കി മടുക്കട്ടെ എന്നിങ്ങനെ പറയാണ്. ഇതെല്ലാം നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ദേവയാനിയുടെ ഉള്ളിൽ ബോധമുണ്ട്. ദേവയാനി അപ്പം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളുമാരാണല്ലേ അപ്പോൾ അത് ചെയ്തത്, നവിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് വിഷം ചേർത്തിട്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ, ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചല്ലോ. നയനെ ഞാൻ എന്തുമാത്രം കുറ്റപ്പെടുത്തി, ഈ അനാമികയെ ഞാൻ എടുത്ത് തലയിൽ വെച്ചതാണല്ലോ. എന്നിട്ടും അവളിപ്പോൾ പറയുന്നത് കേട്ടില്ലേ. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എല്ലാവരുടെയും എല്ലാവരും മുഖംമൂടി അണിഞ്ഞവർ തന്നെയാണ്. ഞാൻ ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ മറന്നു പോയല്ലോ. നയനെ നീ ക്ഷമിക്കണം എന്നോട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ഇനി അസുഖം മാറി വരുന്ന ദേവയാനി പൂർവാധികം ശക്തിയായിട്ട് വരികയും അനാമികയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ എതിരെ നിൽക്കുകയും നയനയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്